السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ما بعد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിതം പരമാവധി ചിട്ടപ്പെടുത്തണമേ എന്ന് ആമുഖമായി നടത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം റബ്ബിനെയാണ് എനിക്കിഷ്ടം എന്നതാണ്. നമുക്കറിയാം, മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട വികാരമാണ് ഇഷ്ടമെന്നത്, സ്നേഹമെന്നത്. മനുഷ്യൻ്റെ ഇഷ്ടമെന്ന, സ്നേഹമെന്ന വികാരം ലോകചരിത്രത്തിൽ ധാരാളം ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നും മനുഷ്യൻ്റെ ആ വികാരത്തെ സാഹിത്യകാരന്മാരും കാവ്യസമ്രാട്ടുകളും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും നമ്മുടെ ഉറ്റവരും ഉടയവരും ഈ വികാരത്തെ തങ്ങളുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് നിഷേധിക്കാനാവാത്തൊരു സത്യമാണ്. എന്തായിരുന്നാലും നമുക്ക് ഇഷ്ടമാണ് പലരെയും, നമ്മൾ സ്നേഹിക്കുന്നു പലരെയും, നമ്മെ ഇഷ്ടമാണ് പലർക്കും, നമ്മെ സ്നേഹിക്കുന്നു പലരും. പലപ്പോഴും നമ്മൾ നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ ഉമ്മയെ, ഉപ്പയെ, ഇണയെ, മക്കളെ, പേരക്കുട്ടികളെ, സഹോദരങ്ങളെ എല്ലാം സ്നേഹിക്കുമ്പോൾ, തിരിച്ച് അവരും നമ്മെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, അവർ എത്രമാത്രമാണോ നമ്മളെ സ്നേഹിക്കുന്നതെന്നും ഇഷ്ടപ്പെടുന്നതും അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ തിരിച്ചങ്ങോട്ട് സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക എന്നത് സ്വാഭാവികമായും എല്ലാ മനുഷ്യരുടെയും നിലപാടുകളാണ്. ഇവിടെ സ്നേഹം ഇസ്ലാമിക വീക്ഷണത്തിൽ ആരെ സ്നേഹിക്കണമെന്നും എങ്ങനെ സ്നേഹിക്കണമെന്നും ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടവും സ്നേഹവും ഉണ്ടാകേണ്ടതെന്നും വിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അള്ളാഹു പഠിപ്പിച്ച രീതിയിൽ, അള്ളാഹു ഉപദേശിച്ച രീതിയിൽ നമ്മൾ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത സ്വസ്ഥതയും സമാധാനവും മനസ്സംതൃപ്തിയും നമുക്ക് കരഗതമാകും. അതുകൊണ്ട് തന്നെ ഈ ഇഷ്ടത്തെ, സ്നേഹത്തെ ദൈവികമായ വിധിവിലക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കാണാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അതോടൊപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന പലരും, അതിലേറ്റവും കൂടുതൽ നമ്മെ ഇഷ്ടപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ പലർക്കും പല മറുപടിയാവാം. എൻ്റെ മക്കളാണ്, അല്ല എൻ്റെ ഇണയാണ്, അല്ല എൻ്റെ ഉപ്പയാണ്, അതൊന്നുമല്ല എൻ്റെ ഉമ്മ തന്നെയാണ് എന്നെല്ലാം പ്രതികരിക്കുന്നവരുണ്ടാവാം. എന്നാൽ മാതൃസ്നേഹത്തെ വെല്ലുന്നൊരു സ്നേഹം സൃഷ്ടികളിലുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അത്രമാത്രം ആഴവും അത്രമാത്രം വിശാലമാണ് ഉമ്മാൻ്റെ സ്നേഹം. അതിനെ കിടപിടിക്കുക പ്രയാസകരമാണ്. പക്ഷേ ആ ഉമ്മയേക്കാൾ ഏറെ നമ്മെ ഇഷ്ടപ്പെടുന്നു, നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ ഇഷ്ടമാണ് നമ്മുടെ നാഥനെ. അതൊരൊറ്റ സംഭവത്തിലൂടെ, പ്രവാചക തിരുമേനിയുടെ കാലത്തുണ്ടായ ഒരു ചരിത്ര സംഭവത്തിലൂടെ ഉമ്മാൻ്റെ സ്നേഹത്തെയും ആ ഉമ്മാൻ്റെ സ്നേഹത്തെ വെല്ലുന്ന പടച്ചതമ്പുരാൻ്റെ ഇഷ്ടത്തെയും റസൂലുള്ള ഒരു സംഭവത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം, യുദ്ധത്തിൻ്റെ അന്തരീക്ഷം നമുക്കറിയാം.
എല്ലാ അർത്ഥത്തിലും ശത്രുക്കൾ മുസ്ലിങ്ങളുടെ, സത്യവിശ്വാസികളുടെ നാശത്തിന് വേണ്ടി അടരാടുന്നു. മുസ്ലിങ്ങളാകട്ടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ ദീൻ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായും പടപൊരുതുന്നു. എല്ലാ അർത്ഥത്തിലും വേദന കൊണ്ട് നിലവിളിക്കുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ശത്രുക്കളെ ശക്തമായി ആക്രമിച്ച് അട്ടഹസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, കുതിരകളുടെ നിലവിളികൾ, ഒട്ടകങ്ങളുടെ കുതിച്ചോട്ടങ്ങൾ, ഇതിനിടയിലെല്ലാം ഭീകരവും ഭയങ്കരവുമായൊരു അന്തരീക്ഷത്തിൽ ഒരു മാതാവ് തൻ്റെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ അന്വേഷിച്ച് കരഞ്ഞ് അലമുറയിട്ട് ഓടിത്തിരിയുകയാണ്. ഇതെല്ലാം പ്രവാചകൻ ശ്രദ്ധിക്കുന്നു. പലയിടങ്ങളിലും ചെന്ന് തൻ്റെ നഷ്ടപ്പെട്ട പിഞ്ചോമനെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ അവർ അന്വേഷിക്കുകയാണ്. കൂട്ടിയിടപ്പെട്ട ജഡങ്ങൾക്കിടയിൽ അവർ തിരയുന്നു, എൻ്റെ മകനെ തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തോടെ. ഒടുവിൽ കുറേ നേരം പലയിടത്തും അന്വേഷിച്ച് ഓടിത്തളർന്ന് ക്ഷീണിച്ച് അവശയായി ഒരു ഭാഗത്തിരുന്ന് തേങ്ങിക്കരയും. പിന്നെയും കണ്ണു തുടച്ച് ചാടി എഴുന്നേറ്റ് പിന്നെയും പോയി തൻ്റെ പിഞ്ചോമനെ അന്വേഷിക്കും. നിരന്തരമായി അന്വേഷണത്തിനൊടുവിൽ ആ മാതാവിന് തൻ്റെ പിഞ്ചോമനയെ തിരിച്ചു ലഭിക്കുകയാണ്. കുട്ടിയെ കിട്ടേണ്ട, കാണേണ്ട താമസം വാരിയെടുത്തു അമ്മ. മാറോട് അണച്ചുപിടിച്ച് ചൂടുള്ള ചുംബനങ്ങൾ നൽകി സ്നേഹത്തോടെ തലോടി വാരി വാരി ചുംബിച്ച് തീരാതെ പിന്നെയും കെട്ടിപ്പുണരും. എന്നിട്ട് തൻ്റെ അമ്മിഞ്ഞപ്പാൽ ആ കുട്ടിക്ക് നൽകി. അമ്മിഞ്ഞപ്പാൽ നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ ഉമ്മ കണ്ണു തുടയ്ക്കുന്നു, ചിരിക്കുന്നു, പിന്നെയും ഉമ്മ വയ്ക്കുന്നു. ഇത് തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളത് കണ്ടോ? കണ്ടു റസൂലേ. ആ ഉമ്മ ആ കുട്ടിയെ ജ്വലിക്കുന്ന തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സഹാബത്ത് ചോദിച്ചു, നബിയെ എന്താ ഈ പറയുന്നത്? ഒരിക്കലും ആ ഉമ്മാക്ക് അതിന് കഴിയില്ല. അത്രമാത്രം ഇഷ്ടമാണ്, അത്രമാത്രം സ്നേഹിക്കുന്നു ആ മകനെ ആ ഉമ്മ. അതുകൊണ്ട് ഉമ്മാക്ക് കഴിയില്ല റസൂലേ എന്ന്. ഒരു ഉമ്മാൻ്റെ സ്നേഹം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു അവരെ. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആ ഉമ്മ എന്തുമാത്രം ആ കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നോ, സ്നേഹിക്കുന്നോ, കരുണ കാണിക്കുന്നോ, ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നോ, അതിനേക്കാൾ എത്രയെത്രയോ മടങ്ങ് 99 ഇരട്ടിയിലധികം സട്ടാവായ പടച്ചതമ്പുരാന് നിങ്ങളെ ഇഷ്ടമാണ്. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നു. സഹാബി വര്യന്മാരുടെ കണ്ണുകൾ നിറയുന്നു. അള്ളാഹു അത്രമാത്രം ഞങ്ങളെ ഇഷ്ടപ്പെടുന്നുവോ, റബ്ബ് അത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നുവോ എന്നറിയുമ്പോൾ, അതുകൊണ്ട് സട്ടാവായ പടച്ചതമ്പുരാൻ അത്രമാത്രം നമ്മെ ഇഷ്ടപ്പെടുന്നു, അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്, എന്തിനേറെ ഹിംസ്ര ജന്തുക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹലാളനകൾ പോലും, ഒരു കുതിര തൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹലാളന പോലും, ഒരു കോഴി അതിൻ്റെ ചിറക് വിരിച്ച് അതിനെ കാക്കയോ കഴുകനോ കൊത്തിപ്പറിക്കാൻ നിൽക്കുമ്പോൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചിറകൾക്കടിയിൽ അള്ളിപ്പിടിച്ച് ചേർത്ത് വെക്കുന്നത് പോലും അള്ളാഹു ലോകത്ത് നൽകിയ കാരുണ്യത്തിൻ്റെ 1% അവയെല്ലാം പെടൂ. ലോകത്ത് കാണുന്ന സ്നേഹവും കാരുണ്യത്തിൻ്റെ എല്ലാം ആകത്തുക അള്ളാഹു ലോകത്ത് നൽകിയ കേവലം 1%. ബാക്കിയുള്ളതെല്ലാം നാളേക്ക് വേണ്ടി റബ്ബ് മാറ്റിവെച്ചിരിക്കുന്നു നമുക്ക് നൽകാൻ. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർക്ക്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി റബ്ബ് മാറ്റിവെച്ചു. അതുകൊണ്ട് അത് നേടിയെടുക്കുവാനുള്ള വഴിയും മാർഗവുമായി കൊണ്ടാണ് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളുടെ എല്ലാം അവതരണവും നിയോഗവുമെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുന്നു. നമ്മളെ സൃഷ്ടിച്ചവനാണവൻ. നമ്മെ സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ഉപ്പയെയും ഉമ്മയെയും നമുക്ക് തന്നവനാണവൻ. നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെയും പേരക്കുട്ടികളെയും ഇണകളെയും തന്നവനാണ് സട്ടാവായ പടച്ചതമ്പുരാൻ. എന്തിനേറെ നമുക്ക് നടക്കാനും ഉള്ള കഴിവ്, ഇരിക്കാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ്, കേൾക്കാനുള്ള, കാണാനുള്ള എന്തെല്ലാം അനുഗ്രഹങ്ങൾ അവൻ നൽകിക്കൊണ്ടിരിക്കുന്നു. സമ്പത്ത് എല്ലാം പടച്ചതമ്പുരാൻ്റെ അനുഗ്രഹമാണ്. രാവും പകലും പടച്ചതമ്പുരാൻ തൻ്റെ കരങ്ങൾ നീട്ടുന്നു. പ്രഭാതത്തിൽ ആരെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അവന് തിരിച്ചറിവുണ്ടാകുന്നത് രാത്രിയിലാണെങ്കിൽ പുറത്തു കൊടുക്കാൻ പടച്ചതമ്പുരാൻ സന്നദ്ധനാകുന്നു. രാത്രിയാണ് ഒരുത്തൻ കുറ്റവാളിയായി കുറ്റകൃത്യങ്ങളിൽ മുഴുകുന്നത് എങ്കിൽ അവന് തിരിച്ചറിവുണ്ടാകുന്നത് പ്രഭാതത്തിലാണെങ്കിൽ അവന് പുറത്തു കൊടുക്കാൻ പടച്ചതമ്പുരാൻ സന്നദ്ധനാകുന്നു. എല്ലാ ദിവസവും രാത്രിയുടെ അന്ത്യയാമത്ത്, രാത്രിയെ 3 തിരിച്ചാൽ 3-ാമത്തെ പകുതിയിൽ പടച്ചതമ്പുരാൻ 1-ാം ആകാശത്തേക്ക് വരികയും
എന്നിട്ട് അല്ലാഹു പറയുന്നത് അവൻ തൻ്റെ കരങ്ങൾ നീട്ടും. എന്നിട്ട് പടച്ചതമ്പുരാൻ പറയുന്നത്, നിങ്ങളിൽ ആരാണോ എന്നോട് പൊറുക്കലിനെ തേടുന്നത് ഞാൻ അവന് പുറത്തു തരാം. നിങ്ങളിൽ ആരാണോ എന്നോട് ചോദിക്കുന്നത് ഞാൻ അവന് ഉത്തരം നൽകാം. എന്തു ചോദിച്ചാലും പടച്ചതമ്പുരാന് ഉത്തരം തരും. പടച്ചതമ്പുരാനോട് തുറന്ന മനസ്സുമായി ഇസ്തിഗ്ഫാർ നടത്തിയാൽ, തൗബ ചെയ്ത് മടങ്ങിയാൽ ആ തൗബ സ്വീകരിക്കാനും പുറത്തു തരാനും പടച്ചതമ്പുരാൻ ഒരുങ്ങുന്നു. എല്ലാ ദിവസവും രാത്രിയുടെ അന്ത്യസമയങ്ങളിൽ നിന്ന് ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ആ സട്ടാവായ പടച്ചതമ്പുരാനിലേക്ക് നമ്മളൊരു ചാണെടുക്കുന്നുവെങ്കിൽ ഒരു മുഴം അവൻ ഇങ്ങോട്ടെടുക്കുന്നു, ഒരു മുഴം നമ്മൾ അങ്ങോട്ടെടുക്കുന്നുവെങ്കിൽ ഒരു വാര അവൻ ഇങ്ങോട്ടെടുക്കുന്നു, ഒരു വാര അങ്ങോട്ടെടുക്കുന്നുവെങ്കിൽ പടച്ചതമ്പുരാൻ ഇങ്ങോട്ട് നടന്നെടുക്കുന്നു. അങ്ങോട്ട് റബ്ബിലേക്ക് നടന്നെടുക്കുന്നുവെങ്കിൽ റബ്ബ് നമ്മിലേക്ക് ഓടിയെടുക്കുന്നു എന്നുള്ള പ്രവാചകന്റെ വചനങ്ങളിൽ നിന്ന് തിരിച്ചറിവുണ്ടാവണം നമുക്ക്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ അള്ളാഹുവിനെ മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹ് പരിചയപ്പെടുത്തുന്നത് വഹുവൽ ഗഫൂറുൽ വദൂദ്, അവൻ ഏറെ പൊറുക്കുന്നവനും സ്നേഹനിധിയുമാണ്. പടച്ചതമ്പുരാൻ സ്നേഹനിധിയായി കൊണ്ട് അള്ളാഹു 85-ാം അധ്യായം സൂറത്തുൽ ബുറൂജിലെ 14-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, ആ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കണ്ടേ, ആ അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടണ്ടേ. മറ്റേ ആരെക്കാളും പടച്ചതമ്പുരാനെ നമ്മൾ സ്നേഹിക്കാൻ വിധിക്കപ്പെട്ടവരല്ലേ. വിശ്വാസികളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു, തീർച്ച വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികൾ അവർക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ്. എങ്ങനെയുള്ള ഇഷ്ടം, എങ്ങനെയുള്ള സ്നേഹം? അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അതിശക്തവും കഠിനവുമാണ് അവരുടെ സ്നേഹമെന്ന്. കേവല സ്നേഹമല്ല, അറബി ഭാഷയിൽ ആ സ്നേഹത്തിന്റെ പരമാവധി വരെയുള്ള അറ്റമെത്തുകയാണ് അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്ന പ്രയോഗത്തിലൂടെ. അതിൻ്റെ അപ്പുറം പോവുക പ്രയാസകരം. അത്രമാത്രം വിശ്വാസികൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഖുർആൻ 2-ാം അധ്യായം ബഖറയിലെ 165-ാമത്തെ വചനമാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക ലോകത്തെ 2-ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബിനോട് ചോദിച്ചു, നിനക്കാരെയാണ് ഇഷ്ടം? നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, റബ്ബിനെയാണ് എനിക്കിഷ്ടം. നമ്മുടെ വിഷയവും അതാണ്. റബ്ബിനെയാണ് എനിക്കേറെ ഇഷ്ടം, പിന്നെയാണ് മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കുന്നുള്ളൂ. 2-ാം സ്ഥാനം എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, നിന്റെ ഈമാൻ പൂർണ്ണമല്ല. 2-ാം സ്ഥാനം നീ എനിക്ക് എന്ന് നൽകുന്നുവോ, എന്നെ എപ്പോൾ നീ ഇഷ്ടപ്പെടുന്നുവോ അന്നേ നീ മുഅ്മിനാവൂ. ഉടൻ തിരുത്തി, ഇതാ ഈ നിമിഷം മുതൽ സട്ടാവായി ഉടയ തമ്പുരാൻ കഴിച്ചാൽ എനിക്കേറെ ഇഷ്ടം എൻ്റെ പ്രവാചകനായ താങ്കളെയാണ്, പിന്നെയാണ് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നുള്ളൂ. ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്റെ പ്രതികരണം ഈ ആയത്തിൽ നിന്ന് ബോധം ഉൾക്കൊണ്ട, ഈ ആയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് റബ്ബിനെയാണ് ഇഷ്ടമെന്ന്. നമുക്കറിയാം ഖുബൈബ് റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ മർദ്ദനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച വ്യക്തിത്വം. ഒടുവിൽ ശത്രുക്കൾ അദ്ദേഹത്തെ ക്രൂശിക്കുന്നു, ഈത്തപ്പന തടിയിൽ ശക്തമായി ബന്ധിച്ചിരിക്കുന്നു. അതേ മൂർച്ചയുള്ള കൊളുത്തുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം മരിച്ചു കീറുന്നു, രക്തം തുള്ളി തുള്ളിയായി വീഴുന്നു, കണ്ണുകളിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്നു, വേദന സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷെ എങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി, മുഹമ്മദ് റസൂലുള്ളാഹ് മനസ്സിലാക്കി, അതിൽ തന്നെ മരിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അടിയുറച്ചു നിൽക്കുന്നു തൻ്റെ ആദർശത്തിൽ. ശത്രുക്കൾ ചോദിച്ചു, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. പല പല ആഗ്രഹങ്ങളാവാൻ നമുക്കുണ്ടാവുക. വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട ഒരു കുറ്റവാളിയുടെ അന്ത്യാഭിലാഷം കോടതി ചോദിച്ചന്വേഷിക്കലുണ്ട്. പലരും പല ആഗ്രഹങ്ങളും പറയാം. എന്നാൽ ഖുബൈബ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ നാഥൻ്റെ മുന്നിൽ എനിക്ക് സാഷ്ടാംഗം നിർമ്മിക്കുവാനുള്ള അവസരം തരണം. സത്യനിഷേധികൾ അദ്ദേഹത്തെ ഈത്തപ്പന തടിയിൽ നിന്ന് അഴിച്ചുവിട്ടു. ഒതുവെടുത്ത് വെള്ളം തട്ടിയ ഭാഗങ്ങളിലെ മുറിവുകളിൽ നിന്ന് വേദന സഹിച്ചുകൊണ്ട് നെഞ്ചത്ത് തക്ബീർ കെട്ടിക്കൊണ്ട് അദ്ദേഹം നമസ്കരിച്ചു 2 റക്അത്ത്. അതിൽ 2-ാമത്തെ റക്അത്തിലെ അവസാനത്തെ സുജൂദിൽ ഖുബൈബിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി, ഹൃദയങ്ങൾ കിടുകിട വിറച്ചു, അധരങ്ങൾ വിറച്ചു. ഒടുവിൽ സലാം വീട്ടി. ആ സമയത്ത് സുജൂദിന്റെ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചത്, നാഥ, ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഈ ഖുബൈബ് എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറയും. എൻ്റെ മനുഷ്യായുസ്സിൽ, എൻ്റെ ഈ ജീവിതത്തിൽ ഒരുപക്ഷെ എൻ്റെ അവസാനത്തെ സുജൂദാവാം നിന്റെ മുന്നിൽ. ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ നാഥ, ഈ ഖുബൈബിന്റെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകണമേ. നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഈ ഖുബൈബിനെ കണ്ണിയാക്കണമേ നാഥ എന്ന് റബ്ബിനെ ഇഷ്ടപ്പെട്ട, റബ്ബിന്റെ ഇഷ്ടം നേടിയെടുത്ത വ്യക്തി വിതുമ്പുന്നു. സലാം വീട്ടി സത്യനിഷേധികളോട് പറഞ്ഞു, എൻ്റെ നാഥൻ്റെ മുന്നിൽ ഞാൻ സാഷ്ടാംഗം നമിച്ചപ്പോൾ നിരവധി സമയം, കുറേ നേരം എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കണം എന്നെൻ്റെ മനസ്സ് വല്ലാതെ കൊതിച്ചു.
പക്ഷേ ഞാൻ ഭീരുത്വം കൊണ്ടാണ്, ഭയം കൊണ്ടാണ് എഴുന്നേൽക്കാതെ പിന്നെയും സുജൂദിൽ കിടക്കുന്നതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുമോ എന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ടാണ് ഞാൻ സലാം വീട്ടി നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചത് എന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് പടച്ചതമ്പുരാൻ ഇഷ്ടമായിരുന്നു. ഈ അടുത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പതിപ്രായക്കാരിയായ ഒരു പെൺകുട്ടി, ഒരു വശത്ത് മാതാപിതാക്കളുണ്ട്, മറ്റേ വശത്ത് സട്ടാവായ പടച്ചതമ്പുരാനുമുണ്ട്, അവൻ്റെ മതവുമുണ്ട്. മാതാപിതാക്കൾ പറഞ്ഞു, വല്ലാതെ ഇഷ്ടപ്പെടുന്നു നിന്നെ സ്നേഹിക്കുന്നു ഞങ്ങൾ, ഒരു ഉപദ്രവവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, തിരിച്ചു വരണം നീ, ഞങ്ങളെ ഇഷ്ടമല്ലേ, ഞങ്ങളോട് സ്നേഹമല്ലേ നിനക്ക്? അവരുടെ പ്രതികരണം, എനിക്കിഷ്ടമാണ് നിങ്ങൾ രണ്ടുപേരെയും മാതാപിതാക്കൾ എന്ന നിലയിൽ, പക്ഷേ എനിക്കിഷ്ടമാണ് നിങ്ങളെക്കാളേറെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നാഥനെ എന്ന് പ്രതികരിക്കാനുള്ള മനസ്സ്, ഈമാൻ. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികൾക്ക് അള്ളാഹുവിന് ഇഷ്ടമാണ്, ആഴത്തിലുള്ള വളരെ വിശാലമായ ഇഷ്ടമാണ് പടച്ചതമ്പുരാനോട് ഞാനും നിങ്ങളും വെച്ച് പുലർത്തേണ്ടത്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് അള്ളാഹുവിനേക്കാൾ നമുക്കിഷ്ടം മറ്റു പലതിനോടുമാണ്. ഈ ഭൗതികതയോട്, ഈ ഭൗതിക സുഖാഡംബരങ്ങളോട്, അതോടൊപ്പം തന്നെ പടച്ചതമ്പുരാൻ അവഗണിച്ചുകൊണ്ട് മറ്റു പടപ്പുകളിലേക്ക് നമ്മൾ തിരിയുന്നു. സട്ടാവായ പടച്ചതമ്പുരാനെ ഏറെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും വിധിക്കപ്പെട്ട നമ്മൾ അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് മറ്റു പലരെയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹുവേക്കാൾ ഏറെ അള്ളാഹ് സൃഷ്ടിച്ച കേവലം സൃഷ്ടികളെ മനുഷ്യർ ഇഷ്ടപ്പെടുന്നു. അത് വിഗ്രഹങ്ങളാകട്ടെ, ശവകുടീരങ്ങളാകട്ടെ, ഖബറുകളാകട്ടെ, പുണ്യവാളന്മാരാകട്ടെ, ബീവിമാരാകട്ടെ, തങ്ങന്മാരാകട്ടെ, മനുഷ്യ ദൈവങ്ങളാകട്ടെ, എന്തുമാകട്ടെ, ആരുമാകട്ടെ, അള്ളാഹ് പറഞ്ഞു, അതെ, വമിനന്നാസി മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, ജനങ്ങളിൽ ഒരു പറ്റം ആളുകൾ അവർ അള്ളാഹുവിനെ പകരക്കാരുണ്ടാക്കുന്നു. പടച്ചതമ്പുരാന് പകരമായി കൊണ്ട് പലരെയും നോക്കി കാണുകയും അവർക്കുള്ള അർച്ചനകളും ആരാധ്യ കർമ്മങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതെ, അവർ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ മറ്റു പലരെയും ഇഷ്ടപ്പെടുന്നു. അത് ശ്രീ രവിശങ്കരനെ ആയിരുന്നാലും, മാതാമൃതാനന്ദമയ്യായിരുന്നാലും, സായിബാബയെ ആയിരുന്നാലും, മനുഷ്യ ദൈവങ്ങൾക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ട് കലങ്ങിയ കണ്ണുമായി വിതുമ്പുന്ന അധരങ്ങളുമായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന എത്രയോ പേർ അള്ളാഹ് ഇഷ്ടപ്പെട്ട പടച്ചതമ്പുരാന്റെ പ്രവാചകനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പ്രാർത്ഥിക്കുന്നവർ, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ പുണ്യവാളന്മാരായ വ്യക്തിത്വങ്ങളുടെ ശവകുടീരങ്ങൾക്ക് മുന്നിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് നിലവിളിക്കുന്ന ആളുകൾ, തങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും സമർപ്പിക്കുന്ന ആളുകൾ. അള്ളാഹ് പറഞ്ഞത്, അരുത്, അള്ളാഹുവിനെ ആയിരിക്കണം ഏറ്റവും കൂടുതൽ ഇഷ്ടം. അള്ളാഹ് വെറുക്കുന്നതാണ് ഇത്തരം പങ്കുചേർക്കൽ, ശിർക്ക് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടണം. പക്ഷേ മനുഷ്യനെന്ന നിലയിൽ നമുക്ക് പലതിനോടും ഇഷ്ടമുണ്ടാവാം. ഈ ഭൗതികതയോട്, സമ്പത്തിനോട്, അതെന്നുമുണ്ട് മനുഷ്യന്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, സമ്പത്തിനോട് അതികഠിനമായ സ്നേഹം മനുഷ്യനുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു 100-ാം അധ്യായത്തിലെ 8-ാമത്തെ വചനത്തിൽ. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് പെണ്ണിനോടുള്ള, മണ്ണിനോടുള്ള, കള്ളിനോടുള്ള ഇഷ്ടം എന്നും മനുഷ്യനുണ്ടായിട്ടുണ്ട്. പെണ്ണിനും മണ്ണിനും വേണ്ടി പല പോരാട്ടങ്ങളും അതോടൊപ്പം തന്നെ അധിനിവേശങ്ങളും ലോക ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മക്കളോടുള്ള സ്നേഹം അത് ആഴത്തിലുള്ളതായി തീർന്നിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്തൊരവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ അതപ്പതിച്ചു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റേത് തലങ്ങളിൽ എടുത്തു നോക്കിയാലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന് പകരം അള്ളാഹുവിനെ വിസ്മരിച്ച് മറ്റു പലരെയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അവസ്ഥ. പക്ഷേ സ്വാഭാവികമാണ്, മനുഷ്യൻ അലങ്കാരമായി തോന്നിക്കപ്പെട്ടിട്ടുണ്ട്, ഇതൊരു സത്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, സുയ്യന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആമി വൽ ഹർത്ത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട വസ്തുക്കളോടുള്ള മനുഷ്യന്റെ പ്രേമം അവന് മുന്നിൽ അലങ്കാരമായി തോന്നിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഭാര്യമാരോടാകട്ടെ, പുത്രന്മാരോടാകട്ടെ, കൂമ്പാരമായി കൂട്ടിയ സ്വർണങ്ങളോടാകട്ടെ, വെള്ളികളോടാകട്ടെ, മേൽത്തരം കുതിരകളോടാകട്ടെ, കന്നുകാലികളോടാകട്ടെ, കൃഷിയിടങ്ങളോടാകട്ടെ, ഇതിനോടെല്ലാം മനുഷ്യന് ഇഷ്ടമുണ്ട്, പ്രേമമുണ്ട്, സ്നേഹമുണ്ട്. ഇത് സ്വാഭാവികമാണ്. അതേസമയം ഈ ഇഷ്ടം മനുഷ്യനെന്ന നിലയിൽ പ്രകൃതിപരമായ ഇഷ്ടം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമാക്കപ്പെടണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേസമയം പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകളെ ചവിട്ടി മെതിക്കുന്നുവെങ്കിൽ നഷ്ടവും നാശവും ഉണ്ടാകും. അതുകൊണ്ടല്ല പറഞ്ഞു, ദാലിക മതഉൽ ഹയാത്തി ദുനിയ, ഇതെല്ലാം ഈ ലോകത്തിലെ വിഭവങ്ങൾ മാത്രമാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്,
അള്ളാഹുവിങ്കലാണ് എല്ലാ അർത്ഥത്തിലും ചെന്നു ചേരാനുള്ള ഉത്തമ സങ്കേതമെന്ന് ഖുർആൻ ഉണർത്തുകയാണ് ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാന്റെ 14-ാമത്തെ വചനത്തിലൂടെ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ അറിയണം. നമ്മുടെ ഉറ്റവരെ ഉടയവരെക്കാൾ പടച്ചതമ്പുരാനെ നമ്മൾ സ്നേഹിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും. അതെ, നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾ ഇഷ്ടപ്പെടുകയാണല്ലേ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ സഹോദരങ്ങളെ, നിങ്ങളുടെ ഇണകളെ, നിങ്ങളുടെ ബന്ധുമിത്രാദികളെ, നിങ്ങൾ സമ്പാദിച്ച സമ്പത്തിനെ, നിങ്ങൾ സമ്പാദിച്ച് നേടിയെടുത്ത നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളെ, കച്ചവടങ്ങളെ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങളെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണ്. എത്രത്തോളം എന്നാൽ അള്ളാഹുവിനേക്കാളേറെ, പ്രവാചകനേക്കാളേറെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമത്തെക്കാളേറെ. അള്ളാഹ് പറഞ്ഞത് എന്നേക്കാളേറെ, എന്റെ പ്രവാചകനേക്കാളേറെ, എന്റെ മാർഗത്തിലുള്ള ശരീരവും സമ്പത്തും കൊണ്ടുള്ള ത്യാഗ പരിശ്രമത്തെക്കാളേറെ നിങ്ങൾ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സഹോദരങ്ങളെ, ഇണകളെ, ബന്ധുമിത്രാദികളെ, സമ്പത്തിനെ, കച്ചവടത്തെ, നിങ്ങളുടെ വീടുകളെ? എങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ കാത്തിരുന്നു നിങ്ങൾ എന്നുള്ള അള്ളാഹുവിന്റെ വലിയ താക്കീതാണ്, അള്ളാഹുവിന്റെ ശക്തമായ താക്കീത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ധിക്കാരികളായ ആളുകൾക്ക് പടച്ചതമ്പുരാൻ ഒരിക്കലും മാർഗദർശനം നൽകില്ല എന്ന് ഖുർആൻ അടിവരയിട്ടു 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 24-ാമത്തെ വചനത്തിലൂടെ. അതുകൊണ്ട് ഈ പറഞ്ഞ ആളുകളെക്കാൾ ഏറെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനെയാകണം. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ അള്ളാഹുവെ ഇഷ്ടപ്പെട്ട, അള്ളാഹുവെ ആഴത്തിൽ സ്നേഹിച്ച അള്ളാഹുവിന്റെ ആത്മമിത്രത്തിന്റെ പ്രതികരണം എന്തെന്നറിയുമോ? അതെ, ഇവിടെ അല്ലാഹ് പറഞ്ഞല്ലോ, നിങ്ങളുടെ വാപ്പയേക്കാൾ, നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ ഏറെ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം വാപ്പാനോട് പറഞ്ഞു. നിങ്ങൾ ആരാധിക്കുന്നത് കേവലം വിഗ്രഹങ്ങളെയാണ്, അരുത്, സട്ടാവായ ഉടയ തമ്പുരാനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വാപ്പ ധിക്കരിച്ചു. എറിഞ്ഞോടിക്കുമെന്നുള്ള വെല്ലുവിളികൾ ഉണ്ടാകുന്നു. ഒടുവിൽ അദ്ദേഹം പ്രതികരിച്ചത്, വാപ്പയോട് സലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഫഇന്നഹും അദുവ്വുല്ലി ഇല്ലാ റബ്ബൽ ആലമീൻ. സ്നേഹത്തിന്റെ പ്രകടനം നടക്കുകയാണ് അവിടെ. ലോകത്ത് ഇന്ന് ആരാധിക്കപ്പെടുന്നവയെല്ലാം എൻ്റെ ശത്രുക്കളാണ്. എല്ലാ വിഗ്രഹങ്ങളും ദൈവേതര മൂർത്തികളെല്ലാം എൻ്റെ ശത്രുക്കളാണ്, ലോകങ്ങളുടെ നാഥനായ പടച്ചതമ്പുരാൻ ഒഴികെ. ആരാണവൻ? എന്നിട്ട് താൻ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന തൻ്റെ നാഥനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തുന്നു. അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവനാണ് എൻ്റെ റബ്ബ്, എനിക്ക് മാർഗദർശനം നൽകിയവനാണ് എൻ്റെ റബ്ബ്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, എനിക്ക് ആഹാരം നൽകുന്നവനാണ് എൻ്റെ നാഥൻ, എനിക്ക് പാനീയം നൽകുന്നവനാണ് എൻ്റെ നാഥൻ. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് രോഗത്തിന് ശമനം നൽകുന്നവനാണ് എൻ്റെ നാഥൻ. വല്ലദീ യുമീതുനി തുമ്മ യുഹ്യീൻ, എന്നെ മരിപ്പിക്കുകയും പിന്നീട് എന്നെ പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ നാഥൻ. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, നാളെ പ്രതിഫല നാളിൽ ഏതൊരുത്തനാണോ എൻ്റെ പാപങ്ങൾ പുറത്തു തരണമെന്ന് ഞാൻ കൊതിക്കുന്നത്, ആശിക്കുന്നത്, അവനാണ് എൻ്റെ നാഥൻ. അവനല്ലാത്തതെല്ലാം എൻ്റെ ശത്രുക്കളാണ്, എനിക്കവൻ ഇഷ്ടമാണെന്ന് പ്രതികരിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിതാവിനേക്കാളേറെ, തൻ്റെ മാതാപിതാക്കളെക്കാളേറെ ഇബ്രാഹിം നബി ഇഷ്ടപ്പെട്ടു അള്ളാഹുവിനെ. ഖുർആൻ 26-ാം അധ്യായം ശുഅറയിലെ 77 മുതൽ 82 കൂടിയ വചനങ്ങളിലാണ് ഇക്കാര്യം നമുക്ക് വായിക്കാൻ കഴിയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ബദറിന്റെ രണഭൂമിയിൽ മുസ്ലിങ്ങളുടെ സർവനാശത്തിന് വേണ്ടി ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായി ബദറിലുണ്ട്. മുസ്ലിങ്ങളുടെ നശിപ്പിക്കണമെന്ന ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. അതേ പ്രതിരോധത്തിന് വേണ്ടി വാളെടുത്ത അബൂ ഉബൈദ ശത്രുക്കളുടെ മധ്യത്തിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി ഒരിക്കലും താൻ കാണരുത്, ഒരിക്കലും തൻ്റെ മുന്നിൽ അദ്ദേഹം വരരുത് എന്ന് കൊതിച്ചുപോയി. പലതവണ മാറി മാറി നിന്നു. ആരായിരുന്നു അദ്ദേഹം? അതേ, അബൂ ഉബൈദയുടെ പിതാവ്. പലതവണ മാറി നിന്നു. പക്ഷേ ഇവിടെ അദ്ദേഹം മാറി നിന്ന് ചിന്തിക്കുന്നു, ഞാൻ എന്തിനാണ് ബദറിൽ വാളെടുത്തത്? ഞാൻ എന്തിനു വേണ്ടിയാണ് മുഹമ്മദ് നബിയുടെ കൂടെ അടിയുറച്ചു നിന്നത്? ഞാൻ എന്തിനു വേണ്ടിയാണ് മുസ്ലിങ്ങളുടെ കൂടെ അണിനിരുന്നത്? അതേ, ഇസ്ലാമിൻ്റെ, എൻ്റെ പ്രവാചകന്റെ, എൻ്റെ നാഥന്റെ ശത്രുവാണ് എൻ്റെ പിതാവെങ്കിൽ എൻ്റെ പിതാവിനെയാണോ എനിക്കേറെ ഇഷ്ടം, അതോ എന്നെ സൃഷ്ടിച്ച എൻ്റെ ഉടയ തമ്പുരാനെയാണോ എനിക്കേറെ ഇഷ്ടം? തിരിച്ചറിയുന്നു, എൻ്റെ റബ്ബിനെയാണ്. അതേ, ഉരിപ്പിടിച്ച വാളുമായി ഏറ്റവും മുന്നിൽ അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ ധ്വനികളോടെ ബദറിന്റെ രണഭൂമിയെ ഇളക്കി മറിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ച് ഒരൊറ്റവെട്ടിന് തൻ്റെ പിതാവിൻ്റെ ശിരസ് ഛേദിച്ചുകൊണ്ട് അല്ലാഹുവോടുള്ള ഇഷ്ടത്തെ പ്രകടിപ്പിച്ച് യുദ്ധത്തിൻ്റെ ബദറിന്റെ രണഭൂമിയിൽ
നമ്മൾ മനസ്സിലാക്കണം, പിതാക്കളെക്കാളേറെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു അവർ. അതോടൊപ്പം തന്നെ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് തടസ്സമായി നില്ലുന്നത് താൻ ഏറെ സ്നേഹിക്കുന്ന, തന്നെ 10 മാസം നൊന്തു പ്രസവിച്ച, തനിക്ക് അമ്മിഞ്ഞപ്പാൽ തന്ന, ചെറുപ്പം മുതലേ ഇന്നുവരെ തന്നെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന, എന്നും തനിക്ക് ചുംബനവും ചൂട് നൽകിക്കൊണ്ടിരിക്കുന്ന തൻ്റെ ഉമ്മയാണ്, മാതാവാണ്. അവരാണ് അതേ ഞാനൊന്നും പട്ടിണിയായിരിക്കും, അതേ പ്രഭാത സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഈ സൂര്യതാപമേറ്റ് രാത്രിയുടെ കൊടും ശൈത്യം അനുഭവിച്ച് ഞാൻ നിന്റെ മുന്നിൽ പിടഞ്ഞു മരിക്കും, എപ്പോഴാണോ നീ നിന്റെ മതം മാറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാന്റെ ചെവിയിൽ മന്ത്രിച്ചു. അള്ളാഹുവെ ഇഷ്ടപ്പെട്ട സ്നേഹിച്ച സഅദ് ബിൻ അബീ വഖാസ്, ഉമ്മ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾ വേദനിക്കുക എന്നത് എൻ്റെ മനസ്സിന് വേദന ഉണ്ടാക്കുന്നതാണ്, പക്ഷേ എനിക്കിഷ്ടം നിങ്ങളെക്കാളേറെ എൻ്റെ നാഥനെയാണ്. അതുകൊണ്ട് 100 ആത്മാവുകൾ 100 ജീവനുകൾ നിങ്ങൾക്ക് ഉണ്ടാവുകയും 100 എൻ്റെ മുന്നിൽ പിടഞ്ഞു മരിക്കുകയാണെങ്കിൽ വരെ ഇല്ല, എൻ്റെ നാഥൻ്റെ മാർഗത്തിൽ നിന്ന് പുറകോട്ട് ഞാനില്ല. മകൻ്റെ ആദർശ നിഷ്ഠയ്ക്ക് മുന്നിൽ പരാജയപ്പെടുന്ന മാതാവിനെയാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് വരച്ചു കാണിക്കുന്നത്. അതുകൊണ്ട് കുലിൻകാന ആബാഉക്കും എന്ന വിഷയത്തിൽ മുൻഗാമികൾ അവരുടെ മാതാപിതാക്കളെക്കാളേറെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് വഅബ്നാഉക്കും, നിങ്ങളുടെ മക്കളെയാണ് പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടം. എന്നാൽ മുൻഗാമികൾ അവരുടെ മക്കളെക്കാളേറെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു. അതാണ് ബദറിൽ തന്നെ നമ്മൾ കാണുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ന്റെ മകൻ ബദറിൽ മുശ്രിക്കുകളുടെ കൂടെയായിരുന്നു. ഉരുപിടിച്ച വാളുമായി വെല്ലുവിളിച്ചു മുഹമ്മദ് നബിയെയും മുസ്ലിങ്ങളെയും. ഞങ്ങളുടെ കാക്കകാരടവന്മാർ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ ചീത്ത പറയാനും ചോദ്യം ചെയ്യുവാനും ഇവർക്കെന്ത് അധികാരം എന്നുള്ള ദാർഢ്യത്തോടുകൂടെ അഹങ്കാരത്തോടുകൂടെ ചുറ്റി നടന്നപ്പോ തൻ്റെ ഉറയിലുള്ള വാള് ഊരി വലിച്ചുകൊണ്ട് സിദ്ദീഖ് അക്ബർ നബിയോട് ചോദിച്ചത്, നബിയെ ഞാൻ അവൻ്റെ ശിരസ് ഛേദിക്കട്ടെയോ എന്നാണ്. അതെ, തൻ്റെ രക്തത്തിൽ പിറന്നവൻ, തൻ്റെ പൊന്നോമന, തൻ്റെ മകൻ, പക്ഷേ പടച്ചതമ്പുരാനിയായിരുന്നു സിദ്ദീഖ് അക്ബറിന് ഇഷ്ടം. അതുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് അക്ബറിൻ്റെ കരങ്ങൾ പിടിക്കുകയാണ്, അടങ്ങ്, ഇപ്പോൾ ക്ഷമിക്കുക എന്ന്. നമ്മൾ മനസ്സിലാക്കണം, അത്രമാത്രം അള്ളാഹുവെ ഇഷ്ടപ്പെട്ടിരുന്നു സിദ്ദീഖ് അക്ബർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അള്ളാഹു പറഞ്ഞു വയഹ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളെയാണ് അള്ളാഹുവിനേക്കാൾ പലരും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പക്ഷേ തങ്ങളുടെ സഹോദരങ്ങളെക്കാൾ ഏറെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു മുൻഗാമികൾ. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഉമർ, അന്ന് അറിയപ്പെടുന്ന ഒക്കാല ചന്തയിൽ ഉമർ എന്ന പേര് കേട്ടാൽ അറബികൾ പോലും വിറക്കൊണ്ടിരുന്നു എന്ന് അറേബ്യൻ ചരിത്രകാരന്മാർ വിശദീകരിക്കുമ്പോൾ, ഉമറിന്റെ സഹോദരി ഇസ്ലാം സത്യവിശ്വാസം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവരുടെ ഭർത്താവും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇതറിഞ്ഞാൽ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ സത്യത്തിന്റെ ശത്രുവായി അന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ എന്തു നടപടിയും സ്വീകരിക്കാം. ഒരു പക്ഷേ ഒരു പെങ്ങളാണെന്നുള്ള പരിഗണന നൽകാതെ തന്നെ ശിരസ് ഛേദിക്കാം, തൻ്റെ ഭർത്താവിനെ അറുകൊല ചെയ്യാം. പക്ഷേ തൻ്റെ സഹോദരൻ എന്തു ചെയ്താലും, തൻ്റെ സഹോദരനെ തനിക്ക് ഇഷ്ടമാണ്, സ്നേഹമാണ്, ആദരവുണ്ട്, ബഹുമാനമുണ്ട്, പക്ഷേ അതിനേക്കാളേറെ എൻ്റെ റബ്ബിനെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയ സത്യത്തിൽ അടിയുറച്ചു നിന്നു ഉമറിന്റെ സഹോദരനായ ഉമറിനേക്കാളേറെ അള്ളാഹുവിനെ ഭയക്കുകയും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അടുത്തത് അസ്വാജുക്കും എന്നല്ല പറഞ്ഞു, ഇണകളോട് നമുക്ക് ഇഷ്ടമുണ്ട്, നമുക്ക് സ്നേഹമുണ്ട്, പക്ഷേ നമ്മുടെ ഇണകളെക്കാൾ ഏറെ നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം. എന്നാൽ മൊത്തത്തിൽ ഭൂരിപക്ഷവും അള്ളാഹുവിനേക്കാൾ ഏറെ ഇഷ്ടപ്പെടുന്നത് ഇണകളെയാണെന്നുള്ള സത്യം തിരിച്ചറിവുണ്ടാവണം നമുക്ക്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സ്വന്തം പ്രിയതമകളെക്കാൾ ഏറെ ഇഷ്ടപ്പെട്ടത് റബ്ബുൽ ആലമീനെ ആയിരുന്നു, അല്ലേ? അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, ഹൻദല റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയുമായി കിടപ്പറ പങ്കിട്ടുകൊണ്ടിരിക്കുന്ന സമയം പലതവണ നമ്മൾ കേട്ടിട്ടുണ്ട്. യുദ്ധത്തിന്റെ വിളിയാളം കേട്ടപ്പോൾ, പടച്ചതമ്പുരാന്റെ മതത്തിന് വേണ്ടി മുസ്ലിങ്ങളുടെ ഭാഗത്ത് അണിനിരക്കുവാനുള്ള യുദ്ധത്തിനുള്ള ആഹ്വാനം കേട്ടപ്പോൾ തൻ്റെ ഭാര്യയെ തൻ്റെ മാറിൽ നിന്നും മാറ്റിക്കടത്തിക്കൊണ്ട് അതേ യുദ്ധത്തിന് പടച്ചതമ്പുരാന്റെ വിളിക്കുത്തരം നൽകിയ ഹൻദല റളിയല്ലാഹു അൻഹു അതേ രണഭൂമിയിൽ പോരാടി പിടഞ്ഞു വീണു മരിക്കുന്നു. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം അറിഞ്ഞ ഭാര്യ കടന്നു വന്ന് നബിയോട് പറഞ്ഞു, നബിയെ, അദ്ദേഹം കുളിച്ചിട്ടില്ല, ജനാപത്തുകാരനാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത്, വാനലോകത്ത് മലക്കുകൾ അദ്ദേഹത്തെ കുളിപ്പിച്ചു എന്നുള്ള പ്രതികരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്തായിരുന്നാലും അള്ളാഹുവെ ആയിരുന്നു തങ്ങളുടെ ഇണകളെക്കാൾ ഏറെ അവർ ഇഷ്ടപ്പെട്ടത്. നമുക്കറിയാം, മുഹമ്മദ് നബിയുടെ ഭാര്യമാരിൽ ഒരാളായിരുന്നല്ലോ ഉമ്മു ഹബീബ, അതേ അബൂ സുഫിയാന്റെ മകൾ. അവരുടെ ആദ്യം വേറൊരു കല്യാണം കഴിച്ചിരുന്നു. അങ്ങനെ ആ ഭർത്താവും ഇവരും രണ്ടുപേരും മുസ്ലിമായി കൊണ്ട് മക്കയിൽ നിന്നും അബീസീനയിലേക്ക്, എത്തോപ്യയിലേക്ക് ഹിജറ പോയി. അവിടെ എത്തിയപ്പോൾ ഉമ്മു ഹബീബയുടെ ഭർത്താവ് ക്രിസ്തുമതം സ്വീകരിച്ചു. ക്രിസ്തുമതം സ്വീകരിച്ച ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുക സാധ്യമല്ല ഒരു മുസ്ലിം പെണ്ണിന്.
അവരുമായി ശാരീരിക ബന്ധം ഇസ്ലാം അനുവദിക്കണില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ തനിക്ക് താങ്ങും തണലുമായ സ്നേഹം നൽകിയ തൻ്റെ ഭർത്താവിനേക്കാളേറെ തൻ്റെ സട്ടാവായി ഉടയ തമ്പുരാൻ അവർ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഭർത്താവിനെ മാറ്റി നിർത്തി. എന്നിട്ട് താൻ മനസ്സിലാക്കി ആദർശത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അള്ളാഹുവോടുള്ള ഇഷ്ടത്തെ, അള്ളാഹുവോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിച്ച വ്യക്തിത്വമായിരുന്ന സ്ത്രീരത്നമായിരുന്നു ഉമ്മ ഹബീബ. അതുകൊണ്ട് തന്നെ ആ ഉമ്മ ഹബീബക്ക് ലോകത്ത് ഇണങ്ങാവുന്ന, ലോകത്തെ ഏറ്റവും നല്ല ഇണയെ പടച്ചതമ്പുരാൻ പകരം നൽകി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭാര്യമാരെക്കാൾ ഏറെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ നാഥനെയായിരിക്കണം. അല്ലാഹ് പറഞ്ഞു, വഅശീറത്തുക്കും, നിങ്ങളുടെ കുടുംബത്തെക്കാൾ ഏറെ നിങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടണമെന്ന്. എന്നാൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവിനേക്കാൾ ഏറെ നമ്മുടെ ഒറ്റവരെയും കുടുംബക്കാരെയും ഇഷ്ടപ്പെടുന്നു എന്നത് സത്യം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിന് തടസ്സമായി നിന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരായിരുന്നു, അദ്ദേഹത്തിൻ്റെ പിതൃവ്യനായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഉറ്റവരും ഉടയവരുമായിരുന്നു. അദ്ദേഹത്തെ തൂണിൽ കെട്ടിയിട്ട് വീട്ടിനുള്ളിൽ അടച്ചിട്ടു ദിവസങ്ങൾ, ആഴ്ചകൾ. എന്നാണോ ഈ മതത്തിന് തിരിച്ചു വരുന്നത് അന്നേ തനിക്ക് സ്വാതന്ത്ര്യം നൽകൂ എന്ന് പറഞ്ഞു. ഭക്ഷണം കൊടുത്തില്ല, പട്ടിണി കിട്ടു. വല്ലാതെ വേദനിച്ചു, ശാരീരികവും മാനസികവുമായി. പക്ഷേ തൻ്റെ ഉറ്റവരെയും ഉടയവരെയും തനിക്കിഷ്ടമാണ്, തൻ്റെ നന്മയാണെന്ന് കരുതിയിട്ടാണ് അവരത് ചെയ്യുന്നത്. പക്ഷേ അവരെക്കാളേറെ തനിക്കിഷ്ടം തൻ്റെ നാഥനെയാണെന്ന് പ്രഖ്യാപിക്കുകയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജ്വലിക്കുന്ന ഈമാന്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ പിതൃവ്യനും ഉറ്റവരും പരാജയപ്പെടുന്നതാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ തങ്ങളുടെ ഉറ്റവരെക്കാൾ ഉടയവരെക്കാൾ പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെട്ടവർ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയതമ ഖദീജ ബിവിയുടെ മരണം, അതോടൊപ്പം തന്നെ തൻ്റെ പിതൃവനായ അബൂ താലിബിൻ്റെ മരണം, സഹായിക്കാൻ ആരുമില്ല, ത്വായിഫിലേക്ക് തൻ്റെ ഉമ്മയുടെ കുടുംബക്കാരെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ആ പ്രവാചകൻ ത്വായിഫിലെത്തി. പക്ഷേ അവർ പ്രവാചകനെ ധിക്കരിക്കുകയും ചോദ്യം ചെയ്യുകയും പരിഹസിക്കുകയും കുട്ടികളെ ഉപയോഗിച്ച് കല്ലെടുത്തെറിയുകയും ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റി വീഴുന്ന രക്തത്തുള്ളികളുമായി വേദനിക്കുന്ന മനസ്സുമായി, വേദനിക്കുന്ന ശരീരവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ തലതായിച്ചിരിക്കുമ്പോൾ ആ മനസ്സ് വേദനയുണ്ടായിരുന്നു. സ്വാഭാവികമായി അവരും അവഗണിച്ചല്ലോ എന്ന് പറഞ്ഞ് ആ സമയത്താണ് പടച്ചതമ്പുരാന്റെ ദിവ്യദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, എന്താണ് ഇവരെ ചെയ്യേണ്ടത്, അവർക്ക് പുറത്തു കൊടുക്കണം, അവരറിവില്ലാത്ത ജനതയാണെന്ന് പ്രതികരിച്ച പടച്ചതമ്പുരാന്റെ പ്രവാചകൻ ആ റസൂലുള്ള പ്രതികരിച്ചത്, നാഥാ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല, പക്ഷേ റബ്ബേ നിനക്ക് എന്നോട് യാതൊരു പരിഭവം ഉണ്ടാകരുതേ, നിനക്ക് എന്നോട് ഒരു പരിഭവം ഉണ്ടെങ്കിൽ എനിക്കിതൊന്നും പ്രശ്നമല്ല നാഥ. നിന്റെ മാർഗത്തിൽ എൻ്റെ കുടുംബക്കാരൻ അവഗണിച്ചാൽ പോലും ഞാനത് പ്രശ്നമാക്കുന്നില്ല റബ്ബേ എന്ന് പ്രതികരിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ, തൗഹീദ് അനുസരിച്ച് ജീവിച്ചതിൻ്റെ പേരിൽ, വിദ്യാർത്ഥികൾക്കെതിരെ ശബ്ദിച്ചതിൻ്റെ പേരിൽ മഹല്ലുകൾ നമ്മളെ ബഹിഷ്കരിക്കുന്നു, കുടുംബക്കാർ മാറി നിൽക്കുന്നു. നമ്മുടെ വിവാഹങ്ങളിൽ, നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട കുടുംബപരമായ പല മേഖലകളിൽ നിന്നും പലപ്പോഴും പൂർണ്ണമായി കുടുംബങ്ങൾ നമ്മെ അവഗണിക്കുന്നു. പക്ഷേ റബ്ബ് ഇഷ്ടപ്പെട്ട മാർഗത്തിലാണ് നമ്മളെങ്കിൽ മൊത്തം കുടുംബക്കാരും ഒരു മഹല്ല് കമ്മിറ്റിയും ലോകം മുഴുവൻ നമുക്കെതിരെ തിരിഞ്ഞാൽ എന്ത്, അള്ളാഹുവാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട മാർഗത്തിലാണെങ്കിൽ ആരെയും ഭയക്കേണ്ട എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെടണം ഉറ്റവരെക്കാൾ, ഉടയവരെക്കാൾ എന്ന് ഖുർആൻ പറഞ്ഞു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യത്തെക്കാൾ ഏറെ നിങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടണം. പലപ്പോഴും നമുക്ക് പണത്തോട് ഇഷ്ടമാണ്. ഒരു താഴ്വര നിറയെ സ്വർണം കിട്ടിയാലും മറ്റൊരു താഴ്വരയും കൂടെ ലഭിക്കണമെന്നത് ആദമിൻ്റെ മകൻ്റെ പ്രകൃതിപരമായ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനോട് അല്ലാഹ് പറയുന്നത്, നിങ്ങൾക്ക് എന്നേക്കാൾ പലപ്പോഴും സമ്പത്തിനോടാണ് ഇഷ്ടം, നിങ്ങൾ അതിനെ വല്ലാതെ കഠിനമായി ഇഷ്ടപ്പെടുന്നു. തിരിക്കണം, എന്നേക്കാൾ ഏറെയാകരുത്, അവയേക്കാളേറെ എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഇതിൽ നിന്ന് തിരിച്ചറിവുണ്ടായ അതേ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കുക വഴി മാത്രമാണ് നിങ്ങൾ പുണ്യം നേടുകയുള്ളൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് പാത്രീഭൂതരായി തീരുകയുള്ളൂ എന്നുള്ള ഖുർആനിൻ്റെ വചനം ശ്രവിച്ച അബൂ ത്വൽഹ ചിന്തിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടതേത്, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് എന്ത്, എൻ്റെ സമ്പത്തിൽ അതേ ബൈറുഹ തോട്ടം, അതിതാ പ്രവാചകരെ ഞാൻ ഏൽപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ സമർപ്പിക്കുന്നു. തിരിച്ച് ഞാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൽ നിന്നുള്ള പുണ്യവുമാണെന്ന് പ്രതികരിച്ച അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അതോടൊപ്പം തന്നെ സിദ്ദീഖുൽ അക്ബർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തബൂക്ക് യുദ്ധത്തിൻ്റെ വേളയിൽ പലരും പലതും കൊടുത്ത് സഹായിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പത്തിൻ്റെ പാതി നബിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. നബി ചോദിച്ചു, എന്തുണ്ട് ഉമറേ നിനക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നീ മാറ്റിവെച്ചത്?
അതേ റസൂലേ, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ പാതി മാറ്റി വെച്ചു, പാതി ഇതാ. കടന്നു വരുന്നു സിദ്ദീഖുൽ അക്ബർ. എന്നും സിദ്ദീഖുൽ അക്ബറിനേക്കാൾ കൂടുതൽ ചെലവഴിക്കണമെന്ന് കൊതിച്ചു, നന്മയിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. കടന്നു വന്ന ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ അല്ലാഹനെ കടന്നു വന്നപ്പോൾ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് തൻ്റെ മടിച്ചീലയിലുള്ള ഏതാനും നാണയങ്ങൾ ഏൽപ്പിച്ചു. റസൂലുള്ള ചോദിച്ചു, അബൂബക്കർ, എന്തുണ്ട് നിനക്കും നിന്റെ കുടുംബത്തിന് വേണ്ടി നീ മാറ്റിവെച്ചത്? അതേ, എൻ്റെ റബ്ബിനെയും എൻ്റെ പ്രവാചകനെയും ഞാൻ മാറ്റിവെച്ചു, ബാക്കിയെല്ലാം ഇതാ. ഉമർ റളിയല്ലാഹു അൻഹു ഒരു മനസ്സിലാക്കുകയാണ് അബൂബക്കറിന്റെ ഈമാനിനെ, അബൂബക്കറിന്റെ ഹൃദയ വിശാലതയെ, അബൂബക്കറിന്റെ നന്മയെ മത്സരിക്കാൻ കഴിയില്ലല്ലോ എന്ന് മനസ്സിലാക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു. അതേ, നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യത്തെക്കാൾ ഏറെ അള്ളാഹുവിന് ഇഷ്ടപ്പെടണമെന്നുള്ള പ്രായോഗിക രൂപമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇനിയോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതേ, മദീനയിൽ മുസ്ലിങ്ങൾ വരണ്ട തൊണ്ടയുമായി ജീവിക്കുന്ന കാലം. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ആരുണ്ട് വിശ്വാസികളുടെ വരണ്ട തൊണ്ടകളെ, അധരങ്ങളെ നനപ്പിക്കാൻ, ആ കിണർ വാങ്ങിച്ചു കൊടുക്കാൻ? ഓടി വന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എന്തിന്? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് തൊണ്ട നനപ്പിക്കുവാനുള്ള വെള്ളം കിണർ വാങ്ങിച്ചു കൊടുത്താൽ റബ്ബുൽ ആലമീൻ തന്നെ ഇഷ്ടപ്പെടും, അവന്റെ പുണ്യം തനിക്ക് ലഭിക്കുമെന്നുള്ള ആഗ്രഹത്തോടെ വാങ്ങിച്ചു കൊടുത്തു. ദിനാറുകൾ, ആയിരക്കണക്കിന് ദിനാറുകൾ മുടക്കിക്കൊണ്ട്. ഒടുവിൽ അതേ, അദ്ദേഹത്തിന്റെ ശത്രുക്കൾ, അന്നത്തെ കാലത്തെ വിപ്ലവകാരികൾ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തിന്റെ താടി വലിച്ച് അടച്ചു പിടിച്ച് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കയറി തുരുകുതിര കുത്തി പടഞ്ഞു മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആ കിണറിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ആവശ്യപ്പെട്ടു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അദ്ദേഹം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പണ്ടിയിൽ ഒരു സുജൂദ് ചെയ്യുവാനുള്ള ആവശ്യം ഉന്നയിച്ച് അതുപോലെ നിഷേധിക്കപ്പെട്ട്, ആ കിണറിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുന്നത് നിഷേധിക്കപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ വ്യക്തിത്വമായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. തൻ്റെ സമ്പാദ്യത്തെക്കാളേറെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു, അള്ളാഹുവിൻ്റെ ഇഷ്ടം ആഗ്രഹിക്കുകയും ചെയ്തു. അടുത്തത് നിങ്ങൾ നേടിയെടുത്ത, നിങ്ങൾ അധ്വാനം, നിങ്ങൾ മാന്യം നേരിടുമെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ കച്ചവടം, അതിനേക്കാളേറെ നിങ്ങൾക്ക് ഇഷ്ടമാകണം അള്ളാഹുവിനെ. ഇന്ന് കച്ചവടത്തിൻ്റെ പിന്നാലെയാണ് നമ്മൾ. നമസ്കാരമില്ല, അതേപോലെ തന്നെ പലതുമില്ല, പലതും നമ്മൾ മറക്കുന്നു. കച്ചവടം എന്താവും, അത് തകരുമോ, തളരുമോ, നഷ്ടമാകുമോ, ലാഭം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള വെപ്രാളത്തിലും ബേജാറിലുമാണ് നമ്മൾ. പക്ഷേ അല്ലാഹ് പറഞ്ഞത്, മാന്യം നേരിടുമെന്ന് നിങ്ങൾ കരുതുന്ന കച്ചവടത്തെക്കാളേറെ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണമെന്ന്. ഇവിടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന കച്ചവടക്കാരനായിരുന്നു. മദീനയിൽ കടന്നു വന്നപ്പോൾ ഒരു ദിനാറ് പോലും സ്വന്തമായി അദ്ദേഹത്തിനില്ല. മദീനയിലെ ചന്തയിൽ നിന്നും അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകം കണ്ട കോടീശ്വരനായ കച്ചവടക്കാരനായി മാറുകയാണ്. തനിക്ക് സമ്പത്ത് ലഭിക്കുമ്പോഴെല്ലാം തൻ്റെ സമ്പത്തിൽ, കച്ചവടത്തിൽ തനിക്ക് ഓരോ കച്ചവട സംഘവും തിരിച്ചു വന്ന് എന്തുമാത്രം ലാഭമുണ്ടാകുന്നുവോ ആ ലാഭവിഹിതത്തിൻ്റെ ഒരു പ്രധാന പങ്ക് മദീനയിലെ സാധുക്കൾക്കും, മിസ്കീനുകൾക്കും, ഫക്കീറുകൾക്കും, യതീമക്കൾക്കും, എന്തിനേറെ പ്രവാചകന്റെ ഭാര്യമാരായ സത്യവിശ്വാസികളുടെ ഉമ്മമാർക്ക് വരെ അതിൽ നിന്ന് അദ്ദേഹം അനുവദിച്ചു കൊടുത്തിരുന്നു. താൻ മാന്യം നേരിടുമെന്ന കച്ചവടത്തേക്കാൾ ഏറെ, തൻ്റെ കച്ചവട സമ്പത്തിനേക്കാൾ ഏറെ പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെട്ട് ചെലവഴിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, അതേ, ഹിംസിലെ ഗവർണറാണ്. അദ്ദേഹത്തിന്റെ പ്രയാസവും ബുദ്ധിമുട്ടും മനസ്സിലാക്കി ഉമർ റളിയല്ലാഹു അൻഹു ഒരു കിടി സ്വർണം കൊടുത്തു. ആ സ്വർണം കിട്ടിയ ഉടൻ തന്നെ അതെല്ലാം ദാനം ചെയ്തു. ഭാര്യ പറഞ്ഞു, ആ സ്വർണം നമുക്ക് കിട്ടിയില്ലേ, അതുകൊണ്ട് എന്തെങ്കിലും കച്ചവടം നമുക്ക് തുടങ്ങായിരുന്നല്ലോ, എന്നാൽ മാന്യമായി ജീവിച്ചു പോകാമല്ലോ എന്ന്. അദ്ദേഹം പ്രതികരിച്ചത്, ഏറ്റവും നല്ല കച്ചവടത്തിനാണ് ഞാനത് മുതൽ മുടക്കിയിരിക്കുന്നത്, ഏറ്റവും നല്ല കച്ചവടത്തിലാണ് ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്, ലാഭം സുനിശ്ചിതമാണ്, ഇരട്ടിക്കിരട്ടി ലാഭം ഉണ്ടാവും എന്നും പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു, എന്തത് ലാഭമൊന്നുമില്ലേ? പിന്നെയാണ് അറിയുന്നത്, അതെ, ഇദ്ദേഹം ആർക്കോ ദാനം ചെയ്തു എന്ന്. ഭാര്യ ചോദിച്ചു, നിങ്ങൾ ദാനം ചെയ്തു അല്ലേ? അതെ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, ഞാൻ കച്ചവടത്തിനാണ് ഇറക്കിയത്, ലാഭം മാത്രം കൊയ്യാവുന്ന കച്ചവടത്തിലേക്കാണ് ഞാൻ ഇറക്കിയത് എന്ന് അദ്ദേഹം പ്രതികരിച്ചതായി നമുക്ക് കാണാം. അടുത്തല്ല പറഞ്ഞു, വമസാകിന തർലൗനഹ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ വീടുകളെക്കാളേറെ നിങ്ങൾ ഇഷ്ടപ്പെടണം അല്ലാഹുവിനെ. നമ്മുടെ വീട്, അത് മോടി കൂട്ടാനും മറ്റും എന്തുമാത്രം നമ്മൾ പൈസ ചെലവാക്കണോ. അതോടൊപ്പം തന്നെ ഇന്ന് വീടിൻ്റെ കാര്യത്തിൽ മത്സരങ്ങളാണ്. മാന്യമായ വീടുകൾ എന്നതിൽ നിന്ന് മാറിക്കൊണ്ട് പലപ്പോഴും പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിനെ സുജൂദ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ വീട്ടിൽ കാണാറില്ല. റവാത്തിബ് നമസ്കാരങ്ങൾ വീടുകളിലാവണം, വിശുദ്ധ ഖുർആന്റെ പാരായണം വീടുകളിൽ ഉണ്ടാവണം. എന്തിനേറെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ബിസ്മില്ല എന്ന് പറയാനും, ബിസ്മില്ലാഹി വലജ്ന എന്ന് പ്രാർത്ഥിക്കാൻ, അസ്സലാമു അലൈക്കും എന്ന് പ്രാർത്ഥിക്കാൻ, അതോടൊപ്പം തന്നെ ഇസ്ലാമികമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സീഡികളും മറ്റും അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്നതിന് പകരം പലപ്പോഴും അല്ലാഹ് വെറുക്കുന്ന, ഇഷ്ടപ്പെടാത്ത പലതുമാണ് നമ്മുടെ വീടുകളിൽ നടക്കുന്നതും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് സ്വന്തം വീട് എന്നത് നമുക്കെല്ലാം
നമുക്കെല്ലാം വീടിൻ്റെ കാര്യത്തിൽ ആഗ്രഹമുണ്ട്. വീട് വെക്കണം, വീട് നല്ലതാവണം, മാന്യമായതാവണം, അതൊക്കെ. പക്ഷേ ധൂർത്ത് പാടില്ല. അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഏറെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുകയും വേണം. പടച്ചതമ്പുരാൻ്റെ പ്രവാചകന്റെ ശിഷ്യന്മാർ അങ്ങനെയായിരുന്നു. അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീട് നമുക്ക് മറക്കാനാവുമോ? രഹസ്യ പ്രബോധന കാലഘട്ടത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിരലിലെണ്ണാവുന്ന സഹാബി വര്യന്മാരും രാത്രിയിൽ ചെറിയ മിഷ്കാത്തിന്റെ വെളിച്ചത്തിൽ ഒരുമിച്ച് കൂടിയിരുന്നു അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ മാസങ്ങൾ. എപ്പോഴാണ് പരസ്യ പ്രബോധനം തുടങ്ങുന്നത്? ആ കാലം അത്രയും പരസ്യ പ്രബോധനം തുടങ്ങിയതിന് ശേഷവും അർക്കം റളിയല്ലാഹുവിന്റെ വീട്ടിൽ അവർ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു. ഇക്കാര്യം മുശ്രിക്കുകൾ അറിഞ്ഞാൽ, അബൂജഹൽ അറിഞ്ഞാൽ, ഉത്ബയും ശൈബയും അറിഞ്ഞാൽ, അബൂ സുഫിയാൻ അറിഞ്ഞാൽ തന്റെ വീട് തന്നെ കത്തിച്ച് ചാമ്പലാക്കാം, തന്നെയും തന്റെ കുടുംബക്കാരെയും വെച്ച് ചുട്ടരിച്ച് കളഞ്ഞേക്കാം. ഇതെല്ലാം അറിയാം അർക്കം റളിയല്ലാഹുവിന്. പക്ഷേ വീട് നശിച്ചാൽ എന്ത്? അല്ല, എൻ്റെ റബ്ബിനെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ തൻ്റെ വീട് തൻ്റെ പ്രവാചകന് വേണ്ടി, തൻ്റെ പ്രവാചകന്റെ അനുചരന്മാർക്ക് വേണ്ടി, അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തൻ്റെ വീട് സാക്ഷ്യം വഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. നമുക്ക് പലപ്പോഴും പലയിടത്തും ഒരു ഖുർആൻ ക്ലാസ് എടുക്കാൻ നിൻ്റെ വീട്ടിൽ സൗകര്യം തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ശരിയാവില്ല, വീട്ടിലോ ഇവിടെ ഒന്നും പറ്റൂല എന്ന് പറയുന്ന ആളുകൾ, ആ മഹാഭാഗ്യം. മലക്കുകൾ അവിടെ വരും. അള്ളാഹുവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മലക്കുകൾ ഉണ്ടാവും. ഖുർആനിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ പക്ഷേ പലപ്പോഴും അതിൽ നിന്ന് തെന്നി മാറുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടും നമുക്കറിയാം. ഒരിക്കലും നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യം പോലും റസൂൽ അനുഭവിച്ചിട്ടില്ല എന്നത് സത്യമാണ്. അതുകൊണ്ടാണ് പ്രവാചകന്റെ ശരീരത്തിലെ ഈത്തപ്പനയോലയുടെ പാടുകൾ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയല്ലോ. നബി പറഞ്ഞത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കായിരുന്നില്ലേ? ഉമർ ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞത്, നീ എന്താണ് കരുതിയത് പരലോകത്തെക്കുറിച്ച്? ഇപ്പോഴും നിനക്ക് മിഥ്യാധാരണയാണോ? പരലോകത്തേക്ക് വേണ്ടി അല്ല മാറ്റി വെക്കുമ്പോൾ അതല്ലേ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുന്നു. അപ്പോൾ തങ്ങളുടെ വീടുകളെക്കാളേറെ പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടിനെ നമുക്ക് എത്രമാത്രം ഇഷ്ടമാണോ, നമ്മുടെ വീടുകളെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതിനുപരിയായി നമ്മുടെ നാഥനെ നമ്മൾ ഇഷ്ടപ്പെടണം, നമ്മുടെ നാഥന്റെ വീടിനെ ഇഷ്ടപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, ലോകത്ത് അല്ലാഹുവിനെ ഏറെ ഇഷ്ടം അവന്റെ ഭവനങ്ങളാണ്, പള്ളികളാണ്. ആ പള്ളികളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ വീടിനെ നമുക്ക് ഇഷ്ടമാണോ? അല്ലാഹുവിന്റെ വീട്ടിൽ ഒരു അല്പസമയം കഴിച്ചുകൂട്ടാൻ മാനസികമായി നമ്മൾ ഒരുക്കമാണോ? അല്ലാഹു ഇഷ്ടപ്പെട്ട വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യത്തിൽ സുബഹിന്റെ സമയത്ത് ജമാഅത്തിന് കടന്നു ചെന്ന് റബ്ബിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കാൻ നമുക്ക് ഒരുക്കമാണോ? ആ പള്ളിയിൽ ഇഅ്തികാഫിരിക്കാൻ നമ്മൾ മാനസികമായി സന്നദ്ധരാണോ? ആ പള്ളിയിൽ ഇരിക്കുമ്പോൾ ദിക്റുകളിലൂടെ അല്ലാഹുവിനെ ഓർക്കാൻ നമ്മൾ ഒരുക്കമാണോ? അല്ലാഹു ഇഷ്ടപ്പെട്ടത് അതാണ്. പക്ഷെ ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ തമ്പടിക്കുന്നത് അങ്ങാടികളിലാണ്. അല്ലാഹുവിനെ ഏറെ വെറുക്കപ്പെട്ട സ്ഥലമേതെന്ന് റസൂലുള്ളാഹി പറഞ്ഞത് അങ്ങാടികളെന്ന്. അവിടെയാണ് ജനങ്ങൾ ഇന്ന്, അവിടെയാണ് സകല തോന്നിവാസങ്ങളും, അവിടെയാണ് എല്ലാ തോന്നിവാസങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് ഇഷ്ടം അല്ലാഹുവിന് അവന്റെ ഭവനങ്ങളാണ്, അതിനെ നമ്മൾ ഇഷ്ടപ്പെടണമെന്ന് ഖുർആൻ പറഞ്ഞു, റസൂലുള്ളാഹി പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ സ്വന്തം ശരീരത്തെക്കാളേറെ നമ്മൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം. ഖുർആനിലെ 61-ാം അധ്യായം സൂറത്ത് സഫിന്റെ 11-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത്, അതെ, നിങ്ങൾ ശരീരവും സമ്പത്തും കൊണ്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമം നടത്തണമെന്ന്. ശരീരത്തെക്കാളേറെ അല്ലാഹുവിന് ഇഷ്ടപ്പെടണം. നമ്മൾ കണ്ടു അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ അതേ ഇസ്ലാമിക ലോകത്തെ ഒരു വലിയ സൈന്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നൊരവസ്ഥ. അന്ന് ഉമർ റളിയല്ലാഹു അൻഹുവോട് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം പറഞ്ഞത്, ഇസ്ലാമിൻ്റെ പതാക എന്നെ ഏൽപ്പിക്കണം, മുന്നിൽ നിർത്തണം. എന്തിന്? ഞാൻ കണ്ണ് കാണാത്തവനാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ എത്രമാത്രം ഭയങ്കരന്മാരും വമ്പന്മാരുമാണെന്ന് എനിക്ക് കാണാൻ കഴിയില്ല, ഞാൻ പേടിച്ചോടില്ല. മാത്രമല്ല, മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്ന് ആരെങ്കിലും ആദ്യമായി രക്തസാക്ഷിത്വം വഹിക്കുന്നുവെങ്കിൽ ഇസ്ലാമിൻ്റെ പതാക ഏന്തി മുന്നിൽ നിൽക്കുന്ന ഞാനായിരിക്കുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു പ്രതികരിക്കുകയാണ്. അങ്ങനെ അല്ലാഹുവിന് വേണ്ടി സ്വന്തം ശരീരത്തെ സമർപ്പിച്ച വ്യക്തിത്വം അതാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ, ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ, യാസിർ കുടുംബത്തിൻ്റെ ജീവിതത്തിലെല്ലാം നമ്മൾ കാണുന്നത് ഇതാണ്. വൃദ്ധനായ യാസിർ റളിയല്ലാഹു അൻഹു തൻ്റെ ശരീരത്തെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചു. അമ്മാർ റളിയല്ലാഹു അൻഹു വേദനകളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങി. ഉമ്മയും ഉപ്പയും പടഞ്ഞു മരിക്കുന്ന രംഗം കണ്ട്, തൻ്റെ ശരീരത്തിലെ മുറിപ്പാടുകൾ കണ്ട് സട്ടാവായുടെ തമ്പുരാനെ ശപിച്ചില്ല അദ്ദേഹം, സ്നേഹനിധിയായ പടച്ച തമ്പുരാനെ വെറുത്തില്ല അദ്ദേഹം.
അദ്ദേഹം, മറിച്ച് നിറകണ്ണുകളോടെ തലതാഴ്ത്തി നിന്നുകൊണ്ട് നാഥ, ഇതെല്ലാം കാണേണ്ടി വന്ന എനിക്ക് ക്ഷമിക്കാനും സഹിക്കാനുള്ള മനസ്സും ഈമാനും സഹനവും തരണമേ എന്ന് പ്രാർത്ഥിച്ചവനായിരുന്നു അമ്മാർ റളിയല്ലാഹു അൻഹു. മറക്കാനാവുമോ അവരെ? ആ കുടുംബം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായിരുന്നു. എന്തിനേറെ ജഅഫർ റളിയല്ലാഹു അൻഹു ഒരു കുടുംബത്തിന് നാഥനായിരുന്നു. തൻ്റെ ഭാര്യയും മക്കളുമുണ്ട് വീട്ടിൽ. എന്നിട്ട് പോലും യുദ്ധത്തിൽ പിടഞ്ഞു വീണ് മരിച്ച 2 കൈകളും ശരീരവും മാംസവും എല്ലാം പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ സമർപ്പിച്ച അദ്ദേഹത്തിന് ഇഷ്ടം അല്ലാഹുവോടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർ, അതുകൊണ്ട് തന്നെ ഇവരെയെല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? അവർ നേരത്തെ പറഞ്ഞ എല്ലാറ്റിനേക്കാളും അള്ളാഹുവിനെ സ്നേഹിച്ചതുകൊണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ തബാറക വതആല ഇദാ അഹബ്ബ അബ്ദൻ നാദാ ജിബ്രീൽ. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, അനുഗ്രഹീതനായ പടച്ചതമ്പുരാൻ ആരെയെങ്കിലും മനുഷ്യരിൽപ്പെട്ട ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ജിബ്രീലിനെ വിളിക്കും. എന്നിട്ട് പറയും, ഇന്നല്ലാഹ ഖദ് അഹബ്ബ ഫുലാൻ, ഇന്നവനെ എനിക്കിഷ്ടമാണ്. അള്ളാഹ് പറയും ജിബ്രീലിനോട്. എന്നിട്ട് പറയും ഫഅഹിബ്ബ, അതുകൊണ്ട് നീ അവനെ ഇഷ്ടപ്പെടണം, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അടിമയെ. ഫയുഹിബ്ബുഹു ജിബ്രീൽ. അപ്പോൾ ജിബ്രീൽ അള്ളാഹുവിൻ്റെ കൽപ്പന മാനിക്കും. എതിര് പ്രവർത്തിക്കാത്ത മലക്കുകൾ, അനുസരണശീലം മാത്രമുള്ള മലക്കുകൾ പറയും, ഞാനിതാ ഇഷ്ടപ്പെടുന്നു, നീ ഇഷ്ടപ്പെട്ട നിന്റെ ദാസനെ. എന്നിട്ട് ജിബ്രീൽ സുമ്മ യുനാദി ജിബ്രീൽ ഫിസ്സമാ, ഉപരിലോകത്ത് വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇക്കാര്യം പ്രഖ്യാപിക്കും. എന്താണ് ആ പ്രഖ്യാപനം? ഇന്നല്ലാഹ ഖദ് അഹബ്ബ ഫുലാനൻ, ഇതാ ഇന്ന വ്യക്തിയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹ് സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഫഅഹിബ്ബൂഹു, നിങ്ങളെല്ലാവരും അവനെ സ്നേഹിക്കണം, അവനെ ഇഷ്ടപ്പെടണമെന്ന്. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, ആകാശ ലോകത്തെ എല്ലാവരും അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അവനെ ഇഷ്ടപ്പെടും. ഫയൂലഉ ലഹുൽ ഖുബൂലു അഹ്ലു ഫിൽ അർള് ഫി അഹ്ലിൽ അർള്, അങ്ങനെ ഭൂമിയിലുള്ള എല്ലാ ആളുകൾക്കിടയിലും അദ്ദേഹത്തിന് സ്വീകാര്യത ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അവനെ ജിബ്രീൽ ഇഷ്ടപ്പെടും, ഉപരിലോകത്തെ സകലരും ഇഷ്ടപ്പെടും, ജനങ്ങൾക്കിടയിൽ അവന് സ്വീകാര്യത ലഭിക്കുമെന്ന്. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തേക്കാൾ വലിയ ഇഷ്ടം എന്താണ്? അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടണം നമ്മൾ. അതിനെന്തു വേണം? അള്ളാഹ് പറഞ്ഞു, വഅഹ്സിനു, നിങ്ങൾ നന്മ ചെയ്യുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന മുഹ്സിനുകളെ എനിക്കിഷ്ടമാണ്. ഒന്നാമത് നമ്മൾ നന്മ ചെയ്യുക. 2-ാം അധ്യായം ബഖറയിലെ 195-ാമത്തെ വചനം, 2-ാം അധ്യായം ബഖറയിലെ 222 അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, തൗബ ചെയ്യുന്നവരെ എനിക്കിഷ്ടമാണ്, വിശുദ്ധി പാലിക്കുന്നവരെയും എനിക്കിഷ്ടമാണ്, അവരാവാൻ നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ബല മൻ നൗഫാ ബിഅഹ്ദിഹി വത്തഖ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, ബാധ്യതകൾ കരാറുകൾ പാലിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നവരാരോ, അങ്ങനെ മുത്തഖികളായ ആളുകളെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. 3-ാം അധ്യായം 76-ാമത്തെ വചനം. അതുകൊണ്ട് നമ്മൾ മുത്തഖികളാവണം. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വല്ലാഹി യുഹിബ്ബുസ് സാബിരീൻ, ക്ഷമാലുക്കളെ, സഹിക്കുകയും ക്ഷമിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്യുന്ന ആളുകളെ എനിക്കിഷ്ടമാണ്. 3-ാം അധ്യായം ആൽ ഇംറാൻ 146-ാമത്തെ വചനം. എന്നിട്ട് അല്ലാഹ് പിന്നെയും ആവർത്തിച്ചു, ഫൈദാ ഗസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, ഒരു കാര്യം നീ തീരുമാനിച്ചാൽ നീ അള്ളാഹുവിൽ സർവസ്വവും ഭരമേൽപ്പിക്കുക. ഭരമേൽപ്പിക്കുന്നവനെ, അള്ളാഹുവിൽ തവക്കുലാക്കുന്നവരെയാണ് എനിക്കിഷ്ടമെന്ന് അള്ളാഹു 3-ാം അധ്യായം ആൽ ഇംറാന്റെ 159-ാമത്തെ വചനത്തിൽ പറഞ്ഞു. മറ്റൊരിടത്ത് അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നിങ്ങൾ നീതി പാലിക്കണം, നീതി പാലിക്കുന്നവരെയാണ് എനിക്കിഷ്ടമെന്ന് അല്ലാഹ് പറഞ്ഞു. അള്ളാഹു 61-ാം അധ്യായം സൂറത്ത് സഫിന്റെ 4-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലില്ലാഹി സഫൻ കഅന്നഹും ബുന്യാനും മർസൂസ്, അള്ളാഹുവിന് വേണ്ടി, പടച്ചതമ്പുരാന്റെ ദീനിന് വേണ്ടി ഒരു കൃത്യമായ ഇമാറത്തിന്റെ നേതൃത്വത്തിന്റെ കീഴിൽ അതേ സംഘടിതമായി കൊണ്ട് അണിയായി ചേർന്ന് യുദ്ധം ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന്. ഇങ്ങനെ അള്ളാഹുവിന് ആരെയാണ് ഇഷ്ടമെന്ന് അള്ളാഹു തന്നെ ഖുർആനിലൂടെ പറഞ്ഞു തന്നു, വിശദീകരിച്ചു തന്നു. ഇനി അള്ളാഹ് വെറുക്കുന്നത് ആരെയാണ്? അള്ളാഹു ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നില്ല, അതുകൂടെ അള്ളാഹു പറഞ്ഞു തന്നു. ഒന്ന്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, യുദ്ധത്തിൽ പോലും പരിധി വിടാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഖുർആൻ പറഞ്ഞു. 2-ാം അധ്യായം ബഖറയിലെ 190-ാമത്തെ വചനത്തിലൂടെ പരിധി ലംഘകരെ എനിക്കിഷ്ടമല്ലെന്ന് അല്ലാഹ് പറഞ്ഞു. 3-ാം അധ്യായം ആൽ ഇംറാന്റെ 32-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറഞ്ഞു, ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, സത്യനിഷേധികളെ എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞു. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അക്രമികളെ എനിക്കിഷ്ടം
എനിക്കിഷ്ടമല്ലെന്ന് ആലിമ്രാന്റെ 37-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു. വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, കുഴപ്പക്കാരെ എനിക്കിഷ്ടമല്ലെന്ന് അള്ളാഹു 5-ാം അധ്യായം മാഇദയിലെ 64-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ധൂർത്തന്മാരെ, എനിക്ക് ദുർവ്യയം ചെയ്യുന്നവരെ എനിക്കിഷ്ടമല്ലെന്ന് അള്ളാഹ് പറഞ്ഞു. 6-ാം അധ്യായം അൻആമിന്റെ 141-ാമത്തെ വചനം. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖായിനീൻ, പരമവഞ്ചകന്മാരായ ആളുകളെ എനിക്കിഷ്ടമല്ലെന്ന് അള്ളാഹു 8-ാം അധ്യായം അംഫാലിന്റെ 58-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, പുളകം കൊള്ളുന്ന ഖാറൂനിനെ പോലെ പുളകം കൊള്ളുന്ന ആളുകളെ എനിക്കിഷ്ടമല്ലെന്ന് 28-ാം അധ്യായം ഖസസിന്റെ 76-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഹൂറ, പൊങ്ങച്ചക്കാരെയും ദ്വരഭിമാനികളെയും എനിക്കിഷ്ടമല്ലെന്ന് 4-ാം അധ്യായം നിസാഇന്റെ 36-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന പടച്ചതമ്പുരാനെ നമ്മൾ കണ്ടുമുട്ടാൻ കൊതിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ കാണലാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും അവസാനം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ പരമോന്നതമായ അവസ്ഥ. അതേ കൊതി തീരുവോളം, ആഗ്രഹം തീരുവോളം റബ്ബുൽ ഇസ്സത്തിനെ നേർക്കുനേരെ കാണാൻ കഴിയുന്ന അവസ്ഥ. സഹാബത്ത് ചോദിച്ചു നബിയോട്, നബിയെ അള്ളാഹിനെ ശരിക്കും കാണാൻ പറ്റുമോ? റബ്ബിനെ കാണാൻ കഴിയുമോ? ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നാഥനെ. തീർച്ച, പൗർണമി രാവിലെ ചന്ദ്രനെ നിങ്ങൾ എത്രമാത്രം തെളിച്ചത്തോടെ പൂർണ്ണതയോടെ കാണുന്നു, അതിനേക്കാൾ ഉപരി നിങ്ങളെ സ്നേഹിക്കുന്ന ലോകങ്ങളുടെ നാഥനെ നാളെ സ്വർഗ്ഗലോകത്ത് വെച്ച് കാണാം. വിശ്വാസികൾക്ക് മാത്രം. സഹാബിവര്യന്മാരുടെ കണ്ണുകൾ നിറയുന്ന ആ മഹാസൗഭാഗ്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെട്ടാൽ അഹബ്ബല്ലാഹു ലിഖാഅഹു, അവനെ കണ്ടുമുട്ടാനും അല്ലാഹു ഇഷ്ടപ്പെടും, അവനെ കണ്ടുമുട്ടാൻ അല്ലാഹു ആഗ്രഹിക്കുമെന്ന്. വമൻ കരിഹ ലിഖാ അല്ലാഹ്, ആ റബ്ബുൽ ആലമീനെ കണ്ടുമുട്ടാൻ ആരെങ്കിലും വെറുക്കുന്നുവെങ്കിൽ കരിഹല്ലാഹു ലിഖാഅഹു, അവനെ കണ്ടുമുട്ടാനും അല്ലാഹുവിന് വെറുപ്പാണ്, അറപ്പാണെന്ന് ഖുർആൻ പറയുക, റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി മറ്റൊരിടത്ത് പറഞ്ഞു അൽ മർഉ മൻ അഹബ്ബ, ഒരു വ്യക്തി, ഒരു മനുഷ്യൻ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അവൻ്റെ കൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ നാളെ പടച്ചതമ്പുരാന്റെ തൗഫീക്ക് നമുക്കുണ്ടാവും, അവൻ്റെ അർശിന്റെ തണൽ നമുക്ക് ലഭിക്കും, അവൻ്റെ ഇഷ്ടത്തിന് നമ്മൾ പാത്രീഭൂതരാകും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുക. 2 കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അല്ലാഹു പറഞ്ഞു നിങ്ങളെ എനിക്കിഷ്ടമാണ്. അല്ലാഹുവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് അല്ലാഹ് ചോദിക്കുന്നു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് എൻ്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ എന്തു വേണമെന്നും പറഞ്ഞു. ശ്രദ്ധേയമാണ്. ഖുർആനിലെ 3-ാം അധ്യായം ആലി ഇമ്രാനിന്റെ 31-ാമത്തെ വചനം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, ഇത്രയെല്ലാം വിശദീകരിച്ച് തന്ന നിങ്ങൾക്ക് അല്ലാഹുവിന് ഇഷ്ടമാണോ? അല്ലാഹ് ചോദിക്കാൻ, എന്നെ ഇഷ്ടമാണോ നിങ്ങൾക്ക്? എന്നോട് സ്നേഹമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഉമ്മയേക്കാൾ ഏറെ നിങ്ങളെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, നിങ്ങളോട് കരുണ കാണിക്കുന്ന, ഓരോ നിമിഷവും എൻ്റെ വിശാലമായ അനുഗ്രഹം നിങ്ങൾക്ക് വാരിക്കോരി ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? എന്നോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? എങ്കിൽ ഫത്തബിഉനി, എൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബിയെ നിങ്ങൾ അനുസരിക്കണം എന്ന് അല്ലാഹ് പറയുകയാണ്. എങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, ഞാൻ നിങ്ങളെ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുമെന്ന് ഖുർആൻ പറഞ്ഞു. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നമ്മുടെ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹ് ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അല്ലാഹ് ചോദിക്കുകയാണ്, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, ഞാൻ ഇഷ്ടപ്പെട്ട, ഞാൻ സ്നേഹിച്ച എൻ്റെ പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കാം, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടാം, നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്തു തരാം, ഞാൻ പൊറുക്കുന്നവനാണ്, ഞാൻ കരുണ കാണിക്കുന്നവനാണ്. അല്ലാഹ് പറയുമ്പോൾ പ്രവാചകനെ, അല്ലാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കാനും അനുസരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. സുന്നത്തിൽ ഗൗരവമായി കാണണം. ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കണം. ബിദ്അത്തുകൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണം ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് മിഅ്റാജിന്റെ ചിന്തകളുള്ള സമയത്ത്, അതുമായി ബന്ധപ്പെട്ട നോമ്പുകളാകട്ടെ, നമസ്കാരമാകട്ടെ, പ്രത്യേകമായ ദിക്റുകളാകട്ടെ, ഹൽക്കകളാകട്ടെ, എന്തുമാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ എവിടെയും നമുക്കത് കാണാൻ കഴിയില്ല. ബിദ്അത്തുകളുടെ പട്ടികയിൽ അത് നാശത്തിലേക്കും നരകത്തിലേക്കും കാരണമായി തീരും. സുന്നത്തുകൾ എമ്പാടുമുണ്ട് നമ്മുടെ പ്രവാചകന്റെ ജീവിതത്തിൽ, അത് മുറുകെ പിടിക്കുക. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഇതെല്ലാം കേട്ടു ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി, ഖുർആനിലൂടെ വായിച്ചു, ഖുർആനിലൂടെ കേട്ടു, ചരിത്ര സംഭവത്തിലൂടെ മനസ്സിലാക്കി. എന്നിട്ട് അല്ലാഹ് ഒരു താക്കീത് തരികയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മയ്യർതദ്ദ മിൻകും അൻ ദീനി, ഇതൊക്കെ മനസ്സിലായിട്ട് എൻ്റെ മതത്തിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും പിന്തിരിഞ്ഞ് കളഞ്ഞാൽ, അലസതയോടെ അലംഭാവത്തോടെ തിരിഞ്ഞു പോകുന്നുവെങ്കിൽ, കേട്ടു, ഒരു പരിഗണന നൽകാതെ പൂർണ്ണ അവഗണനയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂന,
ഞാൻ വേറൊരു സമൂഹത്തെ കൊണ്ടുവരും, നിങ്ങളല്ലാത്ത ഒരു ടീമിനെ ഞാൻ കൊണ്ടുവരും. അവർ എന്നെ സ്നേഹിക്കുന്നവരായിരിക്കും, ഞാൻ അവരെയും സ്നേഹിക്കും. അങ്ങനെ പരസ്പരം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ കൊണ്ടുവരാൻ എനിക്ക് കഴിയും, നിങ്ങൾ മാറിയാൽ, പിന്തിരിഞ്ഞാൽ എന്നെന്ന് പറഞ്ഞു. അതില്ല ചിന്നാലിൽ മുഅ്മിനീൻ, ആ വരുന്ന സമൂഹമുണ്ടല്ലോ, ആ വരുന്ന ടീമുണ്ടല്ലോ, അവർ വിശ്വാസികളുടെ കരുണയും വിനയവും കാണിക്കുന്നവരായിരിക്കും. ഐസ്സത്തിനൽ കാഫിരീൻ, സത്യനിഷേധികളുടെ പ്രതാപം പ്രകടിപ്പിക്കുന്നവരായിരിക്കും അവർ. കാരണം വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അല്ലാഹുവിനും പ്രവാചകനും വിശ്വാസികൾക്കുമാണ് ഇസ്സത്ത്. ആ ഇസ്സത്തിന്റെ പ്രകടനം നിങ്ങൾക്ക് അവരിൽ കാണാൻ കഴിയും. അവരാകട്ടെ യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാം അല്ലാഹ് കൊടുത്ത അനുഗ്രഹങ്ങളെല്ലാം സമർപ്പിക്കുകയും ത്യാഗ പരിശ്രമം നടത്തുകയും ചെയ്യുന്നവരായിരിക്കും അവർ. വലാ യഖാഫൂന ലൗമത ലായിം, ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും അവർ ഭയക്കില്ല. പടച്ചതമ്പുരാനെ മാത്രമായിരിക്കും അവർ ഭയപ്പെടുക. ദാലിക ഫദ്ലുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ഇത് പടച്ചതമ്പുരാന്റെ പ്രത്യേക ഫളിലാണ്, അനുഗ്രഹമാണ് ഈ അവസ്ഥ എന്നത്. അതുകൊണ്ട് യുതീഹി മയ്യശാ, താൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അല്ലാഹു ഇത് നൽകുക. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിപുലമായ കഴിവുള്ളവനാണ്, അതോടൊപ്പം തന്നെ സർവജ്ഞനുമാണെന്നുള്ള പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ സംശയത്തിന് സ്ഥാനം നൽകാത്ത വിധം പ്രഖ്യാപിക്കാൻ കഴിയണം, റബ്ബിനെയാണ് എനിക്കേറെ ഇഷ്ടമെന്ന്. അതാണ് നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മവും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക. വിശുദ്ധ ഖുർആനും സുന്നത്തും എങ്ങനെയാണോ അള്ളാഹുവിനെ പഠിപ്പിച്ചു തന്നത്, എങ്ങനെയാണ് അള്ളാഹു എന്ന് വിശദീകരിച്ച് തന്നത്, എങ്ങനെയാണ് അവൻ ആരാധിക്കണമെന്ന് പറഞ്ഞത്, അവൻ്റെ തൗഹീദത്തുൽ ഉലൂഹിയത്തിനെ, റുബൂബിയത്തിനെ, അസ്മാ സിഫാത്തിനെ എങ്ങനെയാണോ പ്രവാചകൻ പഠിപ്പിച്ച് വിശദീകരിച്ച് തന്നത്, അതറിയുക. അവൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുക, അവനോട് പ്രാർത്ഥിക്കുക, അവൻ്റെ കരുണയ്ക്ക് വേണ്ടി കേഴുക, അവൻ ഇഷ്ടപ്പെട്ടവരെ എല്ലാം ഇഷ്ടപ്പെടുക, അവൻ ഇഷ്ടപ്പെട്ട പ്രദേശങ്ങളെ ഇഷ്ടപ്പെടുക, അവൻ തൻ്റെ അടയാളങ്ങളായി പറഞ്ഞ മതചിഹ്നങ്ങളെ നമ്മൾ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുക. അള്ളാഹു വെറുത്തവരെ വെറുക്കുക, അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട വ്യക്തിത്വങ്ങളായി ജീവിച്ചു മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒടുവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ, നാളെയുടെ ലോകത്ത് പടച്ചതമ്പുരാനെ കണ്ടുമുട്ടാനുള്ള മഹാസൗഭാഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തുമാറാകണമേ. നിന്റെ അർശിൻ്റെ തണൽ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. റബ്ബേ, ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം നിന്നെയാണ് റബ്ബേ. എല്ലാറ്റിനേക്കാളുമേറെ നിന്നെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ഉള്ള ഈമാനും മനസ്സും തന്ന് നീ ഞങ്ങളോട് കനിയണമേ റബ്ബേ. നീ ഞങ്ങളെ സ്നേഹിക്കണമേ നാഥ, നീ ഞങ്ങളെ ഇഷ്ടപ്പെടണമേ നാഥ. നീ ഇഷ്ടപ്പെട്ട, നീ സ്നേഹിച്ച ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ കണ്ണികളാക്കണമേ നാഥ. ഞങ്ങൾക്ക് ഇഷ്ടമാണ് റബ്ബേ, നാളെ നിന്നെ കാണണമെന്നുള്ള ആഗ്രഹമുണ്ട് റബ്ബേ. അതിനുള്ള മഹാസൗഭാഗ്യം നീ ഞങ്ങൾക്ക് കനിയണമേ നാഥ. എല്ലാ ആഗ്രഹങ്ങളും തീർക്കപ്പെടുന്ന നാളെയുടെ ലോകത്ത് നിന്നെ കാണാൻ ഞങ്ങളുടെ മനസ്സ് കൊതിക്കുന്നുണ്ട് റബ്ബേ. ആ മഹാസൗഭാഗ്യത്തിന് നീ ഞങ്ങളെ വിധേയമാക്കണമേ റബ്ബേ. എല്ലാ അർത്ഥത്തിലും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ, നീ പഠിപ്പിച്ച നിന്റെ മതത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ, അതിനുവേണ്ടി നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താൻ, ഒടുവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد وعلى آله وصحبه أجمعين.